कन्नूर कोयम्बटूर फास्ट पैसेंजर बेलाइन प्लेटफॉर्म पर खड़ी है। Your attention please. Train number 56650. നാടിൻ്റെ മുക്കിലും മൂലയിലും തെരഞ്ഞെടുപ്പ് ആവേശമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കയറുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പഞ്ചായത്തിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. ഞാനിപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വീട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കണ്ണൂർ എന്നാണ് ഞാൻ പറയാറ്. പക്ഷേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂർ നഗരത്തിൽ ഇറങ്ങിയിട്ട് പിന്നെയും പോകണം ഒരു 2 മണിക്കൂർ നേരം. കണ്ണൂർ ജില്ലയിലെ മലയോര പഞ്ചായത്തായ മലയോരത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന ആലക്കോടേക്കാണ് പോകുന്നത്. ആലക്കോട്ടെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് പോലെയാണോ? നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ദാ അങ്ങ് ദൂരെ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന ആ പ്രദേശമാണ് ആലക്കോട്. ആലക്കോട് ഒരു കുടിയേറ്റ ഗ്രാമമാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഇവിടുത്തെ പ്രധാന അന്തേവാസികൾ. PR രാമവർമ്മ രാജ, അദ്ദേഹം പൂഞ്ഞാർ രാജകുടുംബത്തിലെ അംഗമായിരുന്നു. കേണൽ GV രാജയുടെ, ഗോദവർമ്മ രാജയുടെ സഹോദരനാണ്. അദ്ദേഹമാണ് പൂഞ്ഞാറിൽ നിന്ന് ഇവിടെ വന്ന് ഈ മേഖല ഏറെക്കുറെ മുഴുവനായി വാങ്ങിച്ചത്. പിന്നീട് പലരും അദ്ദേഹത്തിൽ നിന്ന് സ്ഥലം വാങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ അവരവരുടെ സ്ഥലങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. ഇവിടുത്തെ തദ്ദേശീയ ജനവിഭാഗം കരിമ്പാല ഗോത്രത്തിൽപ്പെട്ട ഗോത്രവർഗ വിഭാഗമാണ്. അവരെ കൂടാതെ ബാക്കി ഇവിടെ ഉള്ളത് കുടിയേറ്റക്കാരാണ്. PR രാമവർമ്മ രാജ അറിയപ്പെടുന്നത് കുടിയേറ്റക്കാരുടെ രാജാവ് എന്നുള്ളതാണ്. ആലക്കോട് പഞ്ചായത്ത് 1968 രൂപം കൊള്ളുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ PR രാമവർമ്മ രാജ തന്നെയായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആലക്കോട് തമ്പുരാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആലക്കോടിൻ്റെ ആദ്യകാല നിർമ്മിതികളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ആണ്. പിന്നീട് ബാക്കിയുള്ളതാണ് പിന്നെ കുടിയേറ്റക്കാർ അവരുടെ അധ്വാനത്തിൽ നിന്ന് പടുത്തുയർത്തിയ ഒരു സ്ഥലമായിട്ട്, ഒരു ഗ്രാമമായിട്ട് ആലക്കോട് മാറുന്നത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ആലക്കോട് എന്ന് മാത്രമല്ല, വളരെ കുറച്ച് തവണ മാത്രമേ, 2 തവണ മാത്രമേ ഈ പഞ്ചായത്ത് രൂപം കൊണ്ടിട്ട് LDF ഇവിടെ ഭരിച്ചിട്ടേ ഉള്ളൂ. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള കോൺഗ്രസ് മേഖലയാണ്. അവസാനമായിട്ട് LDF ഭരിക്കുന്നത് 95-2000 കാലഘട്ടത്തിലാണ്. അന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആലക്കോട് രാജാവിൻ്റെ കൊച്ചുമകൻ അജിത് വർമ്മ പ്രസിഡന്റായി LDF ഭരണസമിതി 2000 അവസാനിച്ചതിന് ശേഷം ഇവിടെ LDFൻ്റെ ഒരു ഭരണസമിതി ഉണ്ടായിട്ടേയില്ല. നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ എന്താണ് ആലക്കോട് എന്ന് നോക്കാം. അങ്ങനെ വീടെത്തി. പഞ്ചായത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടുകാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം എന്ന് വിചാരിച്ചാ. രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കുടുംബം. അച്ഛൻ, അമ്മ, അനിയൻ. BLO ആണ്. BLO മാർക്കൊക്കെ ഇപ്പം ജീവിക്കാൻ വയ്യാന്ന് പറയുന്ന കേട്ടല്ലോ. BLO വർക്കാണ്. SIRന്റെ ഭാഗമായിട്ട് കുറച്ച് വർക്ക് നവംബർ 4 മുതൽ ഉണ്ട്. അപ്പോൾ അതിന്റെ ടെൻഷൻ ഉണ്ട്. കാരണം ഓരോ വോട്ടർമാരും ലിസ്റ്റിൽ ഉണ്ടാവണമെന്ന് BLOമാർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ ചീത്ത നമുക്ക് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് അത് ഫൈനലൈസ് ചെയ്യുന്നിടം വരെ ഒരു ടെൻഷനാണ്. അപ്പോൾ നമുക്ക് മത്സരം എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാൻ സ്ഥാനാർത്ഥിമാരെയൊക്കെ ഒന്ന് കാണാൻ പോകാനുണ്ട്. ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് കുറച്ച് വിശ്രമിച്ച ശേഷം ഇതാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡ്, കാവുംകുടി, എൻ്റെ വാർഡ്. ഞാനിവിടെ വരുമ്പോൾ ബോർഡൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. വർക്കി മൂഴിയാങ്കലിനെ വിജയിപ്പിക്കുക, നാടിൻ്റെ വളർച്ചയുടെ തുടർച്ചയ്ക്ക് എന്ന UDFൻ്റെ ബോർഡ്. സഖാവ് വിനു വലമട്ടത്തിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വിജയിപ്പിക്കുക എന്ന LDFൻ്റെ ബോർഡ്. ബാബു PGയെ താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കുക എന്ന NDAയുടെ ബോർഡ്. ഇപ്പോൾ നമ്മുടെ കൂടെ സ്ഥാനാർത്ഥികൾ നേരിട്ട് തന്നെ ഉണ്ട്. സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള പ്രവർത്തകരുണ്ട്. എന്താണ് എൻ്റെ വാർഡിൻ്റെ രാഷ്ട്രീയം എന്ന് നമുക്കൊന്ന് ഇവരോടുകൂടി സംസാരിക്കാം. ഇപ്പം ശ്രീ വർക്കി മൂഴിയാങ്കൽ, കുഞ്ഞുമോൻചേട്ടൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഞാൻ ആദ്യം കാണുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 1995 ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
അപ്പോഴാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം. അന്ന് റേഡിയോ ആണ്. റേഡിയോയിൽ ഗാന്ധിജി കണ്ടൊരു സ്വപ്നം, ഗ്രാമസ്വരാജ് എന്ന സ്വപ്നം എന്ന ജിംഗിളിൽ പാട്ടൊക്കെ വരും. അങ്ങനെ നമ്മൾ 73-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കി, പഞ്ചായത്തി രാജ് ആക്ടും മുനിസിപ്പാലിറ്റി ആക്ടും ഒക്കെ നിലവിൽ വന്നു. അങ്ങനെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്ന സമയത്ത് നടന്ന മത്സരമാണ് എൻ്റെ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം എന്ന് പറയുന്നത്. അന്ന് പുള്ളി സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ അന്ന് പക്ഷേ കൈപ്പത്തിയിലല്ല, അന്ന് മമ്മട്ടി അടയാളത്തിലാണ് മത്സരിച്ചത്. അതെ മമ്മട്ടി അടയാളത്തിലാണ് സ്വതന്ത്രനായിട്ട്. ഞാൻ വോട്ടിങ്ങിൽ നമ്മൾ പരാജയപ്പെട്ടു എങ്കിലും ഞാൻ 575 വോട്ട് പിടിച്ചിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ ഇവിടെ മത്സരം നടന്നത് UDFന്റെ കൈപ്പത്തിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും UDFന്റെ വിമതരായി മത്സരിച്ച് മമ്മട്ടിയിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയും തമ്മിലായിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു ചിത്രം നമുക്ക് അറിയാലോ. അത് കഴിഞ്ഞ് സ്വന്തം പാർട്ടിയിലേക്ക് മത്സരിച്ച് തിരിച്ചു വന്ന് വീണ്ടും കൈപ്പത്തിയിൽ മത്സരിച്ച് ജയിച്ചു. 2000-2005 കാലത്ത് ഞാനായിരുന്നു മെമ്പർ. ഇന്ന് കൈപ്പത്തിലാണ് മത്സരിച്ചത്. 2 വർഷത്തേക്ക് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2 വർഷം കഴിയുമ്പോൾ തിരിച്ചെടുത്തു. പിന്നെ ഞാൻ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കേണ്ടി വന്നു. അപ്പോൾ ഇതാ വിമതരായി മത്സരിക്കുന്നവരൊക്കെ പരമാവധി 2 മാസം 2 വർഷമല്ലേ 2 വർഷമൊക്കെ 2 വർഷമൊക്കെ നമുക്ക് LDFന്റെ സ്ഥാനാർത്ഥി ഇദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. പിന്നെ നമ്മുടെ സാരഥിയായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് വിൻചേട്ടൻ. ഞാനൊക്കെ കാണുമ്പോൾ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ കോൺഗ്രസ്സാണ്. ഇത് ഇപ്പോൾ സഖാവ് എന്നൊക്കെ എഴുതി കാണിക്കുന്നു. സഖാവ് വിനു വല്ലമറ്റം. ആശയപരമായ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ CPIM-ലേക്ക് വന്നതാണ്. പിന്നെ അതിനോടുകൂടി ചേർന്ന് പ്രവർത്തിച്ചു. ഇവിടെ അഭിലാഷ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചല്ലോ 95-ലെ ഇലക്ഷൻ. അപ്പോൾ 95-ലെ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കന്നിയോട്ടായിരുന്നു. അതൊരു പക്ഷേ പിന്നെ അന്ന് ഇപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി ഇന്നിപ്പം ഞാൻ 49 വയസ്സിലൂടെ നിൽക്കുമ്പോൾ ഞാൻ കന്നിയോട്ട് ചെയ്ത ആൾ തന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ 95-ലെ ഇലക്ഷനും ഇവിടെ ആവർത്തിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരടയാളമാണ് ഈ കാണുന്നത്. ഞാൻ വന്നപ്പോഴേ ഒരു വലിയ കൗതുകം കണ്ടത് എന്താ അറിയോ, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ പിന്നെ വിനു വല്ലമറ്റത്തിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ ഈ ചെറുപ്പത്തിൽ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായി മത്സരിക്കുന്നത് ഷട്ടിൽ അടയാളത്തിലും തെങ്ങ് അടയാളത്തിലും ഒക്കെയാണ്. ഡെന്നി വക്കീലൊക്കെ മത്സരിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. ഞാൻ ഇതുവഴി ഈ റോട്ടിൽ കൂടെ പോയിട്ടൊരു ഒരു ജാഥ ഓർക്കുന്നുണ്ട്. അപ്പോൾ UDF ജാഥ വിളിക്കുകയാണ്. LDFനോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ തെങ്ങിലല്ലേ മത്സരിക്കുന്നത്, നിങ്ങൾക്കില്ലേ നല്ലൊരു ചിഹ്നം, കത്തി മുട്ടിയും നക്ഷത്രവും എന്ന് ഇതുവഴി മുദ്രാവാക്യം വിളിച്ച് കോൺഗ്രസ്സുകാരൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താ തെങ്ങൊക്കെ വിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്? അത് രാഷ്ട്രീയപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആശയം ഇതാണെന്നുള്ളത് എന്നെ അറിയുന്ന എൻ്റെ നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആരാണെന്നും ഏത് തരത്തിലാണ് ഇവിടെ നാട്ടിൽ ജീവിക്കുന്നതെന്നും എൻ്റെ പ്രവർത്തന ശൈലി എന്താണെന്നുള്ളത് എന്നെ അറിയുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ബന്ധുക്കളായിട്ട് ആൾക്കാരായിട്ടാണ് ഞാൻ എൻ്റെ നാട്ടുകാരെ കാണുന്നത്. മോഞ്ചേട്ടൻ എന്താ പറയാനുള്ളത്? മോഞ്ചേട്ടൻ പഴയ കൈപ്പത്തിയാണ്. 100. അതെ, ഞാനും കൈപ്പത്തിയായിരുന്നു. 10-16 വർഷം കഴിഞ്ഞു ഇപ്പോൾ കൈപ്പത്തിയിൽ നിന്ന് മാറി. ഈ പറഞ്ഞ വളരെ സന്തോഷത്തോടുകൂടി വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ CPM എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്. അരിവാൾ നക്ഷത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക ആവേശമാണ്. അതാണ് ആ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാനുള്ള സാഹചര്യം. ഇപ്പോൾ നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല. നമസ്കാരം, ഞാൻ ഈ നാട്ടുകാരനാണ് കേട്ടോ. പിന്നെ എന്താ BJPയുടെ പ്രതീക്ഷയൊക്കെ? വികസിത കേരളം. അതുകൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം. തീർച്ചയായിട്ടും. ഇപ്പൊ പ്രകാശേട്ടൻ എന്റെ തൊട്ട് അയൽവാസിയാണ്. അത് മാത്രമല്ല ഈ നാട്ടിലെ സർസംഘചാലകാണ് അല്ലേ? അത് ഞാൻ ഒരു തമാശക്ക് പറയുന്നത് പറഞ്ഞാൽ ഈ പ്രദേശത്തെ ഏറ്റവും പ്രമുഖനായ ഏറ്റവും വലിയ BJPക്കാരൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാവുംകുടിയിൽ BJPക്ക് വളർച്ചയൊക്കെ ഉണ്ടോ? കാവുംകുടിയിലെ BJPയിൽ ആദ്യകാലങ്ങളിലേക്ക് വളരെ കുറവാണെങ്കിലും ഇപ്രാവശ്യം ഞങ്ങളുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്ന സമയത്ത് നിരവധി CPM-ൽപ്പെട്ട ആൾക്കാർ നിരവധി ആൾക്കാർ CPM-കാരൊക്കെ BJP ആയിട്ടുണ്ട്. അവരുടെ മെമ്പർഷിപ്പ് ഉണ്ട്. മെമ്പർഷിപ്പിന്റെ ഇത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ BJP നല്ല ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുക്കും. പ്രകാശനെ ഞങ്ങൾ പിന്നെ കോൺഗ്രസ് അല്ല CPM-ഉം പിന്നെ BJP തമ്മിലൊരു വിഹിത കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത്. CJP ആണോ ഇവിടെ? സംസ്ഥാനത്തൊട്ടാകെ ഉള്ളതാണ്. പല വിഷയത്തിലും അങ്ങനെ ഒരു ടോക്ക് നിലവിലുണ്ട്. അതിപ്പോ ഇവിടെ പിന്നെ BJPയുടെ പ്രതിനിധി തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിപ്പോ അരക്കെട്ട് ഉറപ്പിക്കുന്നതാണെന്ന് എനിക്ക് വലിയ വിശ്വാസം. വീണ്ടും മെമ്പറാവും. 6-7 വോട്ടിനാണ് പിന്നെ പഞ്ചായത്ത് ഭരണം ഇടതുപക്ഷത്തിന് LDF മുന്നണിക്ക് നഷ്ടമായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കാവുംകുടി അടക്കമുള്ള വാർഡുകൾ ഞങ്ങൾ വിജയിച്ചുകൊണ്ട് ആലക്കോടിൻ്റെ ഭരണം ഈ ഇന്നത്തെ കേരളത്തിൻ്റെ മുന്നേറ്റത്തോടൊപ്പം ആലക്കോടിൻ്റെ മുന്നേറ്റവും കൂടി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും. ഇതൊരു സൗഹാർദ്ദ മത്സരമായിരിക്കും. പക്ഷേ വെല്ലുവിളികളോ ഏറ്റുമുട്ടലുകളോ പിണക്കങ്ങളോ ഇല്ലാത്ത നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ സമാധാനപരമായി വളരെ ജനാധിപത്യപരമായി രാഷ്ട്രീയം നടത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ കാവുംകുടിയെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. വ്യക്തമായ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ മറ്റൊരു ഏറ്റുമുട്ടലിലേക്കോ അല്ലെങ്കിൽ പിന്നെ ഒരു
ബഹളത്തിലേക്കൊന്നും പോയിട്ടില്ല, ഇതുവരെയും പോയിട്ടില്ല, ഇതിനു മുമ്പും പോയിട്ടില്ല, ഇനി നാളെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവർത്തകരെല്ലാം ആ ഒരു മിതത്വം പാലിക്കുന്നവരാണ്. എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ട്, അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സംഭവം നടക്കുന്ന ആകെ ഒരു ഏരിയ നമ്മുടെ പറയാനുള്ളത് തിമിരി വാർഡാണ്. തിമിരി വാർഡിലൊക്കെ ഇനി എത്രയൊക്കെ സുരക്ഷയുണ്ടെങ്കിലും അവിടെ CPM ആധിപത്യം സ്ഥാപിക്കും, ഉറപ്പായി നമുക്കറിയാം. മുൻകാലങ്ങളിലൊക്കെ അവിടെ സ്ഥാപിച്ച ആൾക്കാർ നമുക്ക് തലേദിവസം പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അടിയും കൊടുത്ത് വിടുക, പ്രശ്നമാക്കുക. എൻ്റെ പെങ്ങളടക്കം അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മനസ്സിലായി, അതാ പറയാം അനുഭവം. ഇവിടെ BJP അവിടെ കോൺഗ്രസ് അല്ലല്ല, എൻ്റെ പെങ്ങൾ അവരെ കെട്ടിച്ചുകൊടുപ്പോൾ അവർ വേറെ രാഷ്ട്രീയമാണല്ലോ, അവര് ധാരണയായല്ലോ. കുഞ്ഞോഞ്ചാറിന് ആദ്യം പറഞ്ഞത് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചുവിട്ട് അവിടെയാണ്, അവൻ കോൺഗ്രസ്സുകാരനാണ്, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവരെ അതെല്ലാം പറഞ്ഞു, നമ്മൾ കാവുകുടിയെ സംബന്ധിച്ച പല രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇവിടെ എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കും, ഇങ്ങോട്ട് കഴിക്കും, മിണ്ടായ്മയില്ല, എല്ലാവരും പരസ്പരം മിണ്ടും കാര്യങ്ങൾ ചെയ്യും. അപ്പം നമുക്കിപ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അഭിലാഷിന് അറിയാം, ഈ പ്രകാശനാഥൻ ഞാനും ബന്ധുക്കളാണ്. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പലരും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. ഇത് വ്യത്യസ്ത രാഷ്ട്രീയ ആശയങ്ങളുണ്ട്, എല്ലാവരും ബന്ധുക്കളാണ്. ഞാൻ ഇപ്പൊ എന്റെയൊക്കെ കുഞ്ഞിലെ എന്നെ വീട്ടിൽ അമ്മ എണ്ണ തേപ്പിക്കാൻ വേണ്ടി പിടിക്കുമ്പോൾ ഞാൻ ഓടുന്നത് ഇവരുടെ വീട്ടിലോട്ടായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വളരെ രസകരമായി. എന്ന് മാത്രമല്ല, നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങളൊക്കെ പഠിക്കുന്നതും ഇങ്ങനെയാണ്. ഇപ്പം ഞാനൊരു 1992 ഒരു ഉദാഹരണം പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുകയാണെന്ന്. അപ്പോൾ ഞാൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹം അവിടെ തെങ്ങിൻ്റെ തടവെടുക്കുകയാണ്. റേഡിയോയിൽ വാർത്ത അന്ന് പിന്നെ 12:50 വാർത്തയിൽ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വരുന്നു. ഇദ്ദേഹം അവിടെ അവിടെ ഇടുന്നു, ഓടി വീട്ടിലോട്ട്, അച്ഛാ അദ്വാനി ജോഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഞാൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ചത് എന്തോ വലിയ സംഭവം അവിടെ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒട്ടന്നെ അപ്പോൾ വീട്ടിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ മുത്തച്ഛനാണെന്നുണ്ട്, പുള്ളി കാലിന്മേൽ കാലൊക്കെ കയറ്റി വെച്ചിട്ട് വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചു എന്താ? അപ്പം ഞാൻ പറഞ്ഞു അദ്വാനി ജോഷിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് നിനക്കെന്താ? ഇതൊക്കെയാണ് നമ്മുടെ ആദ്യകാലത്തെ രാഷ്ട്രീയ പാഠങ്ങൾ. ഇത് വളരെ രസകരമായ രാഷ്ട്രീയമുള്ള എല്ലാവരും ഇവിടെ പറഞ്ഞതുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഇലക്ഷൻ ഉഷാറാവട്ടെ. എൻ്റെ വാർഡ് എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ നാട്ടുകാർ മൊത്തം കാണുകയാണ്. അപ്പോൾ എല്ലാവർക്കും 3 സ്ഥാനാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഈ പാലത്തിൻ്റെ വലതുവശത്ത് നടുവിൽ ഗ്രാമപഞ്ചായത്തും ഇടതുവശത്ത് ആലക്കോട് ഗ്രാമപഞ്ചായത്തുമാണ്. ഈ പഞ്ചായത്തുകളൊക്കെ ഇരിക്കൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗവുമാണ്. ഞാൻ സ്കൂളിൽ പോയിരുന്ന വഴിയാണിത്. പഴയ വഴികളിലൂടെയൊക്കെ നടക്കുന്നതിൻ്റെ ഒരു സുഖവും സന്തോഷവും ഒക്കെ. ഈ കെട്ടിടത്തിൻ്റെ അപ്പുറത്തെ വശത്തെ 40 വർഷം പഴക്കമുള്ള ചുവരെഴുത്ത് ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ചുവരെഴുത്താണ്. അത് ഇപ്പോഴും ഉണ്ടോ എന്നൊന്ന് നോക്കാം. കൈപ്പത്തിയുണ്ട്, പക്ഷേ നമ്മുടെ ചിഹ്നം എന്നൊഴികെയുള്ള ബാക്കിയെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. അഖണ്ഡമാണ് ഭാരതം, രക്തമാണ് കൈ എന്നായിരുന്നു എഴുതിയിരുന്നത്. അത് മാഞ്ഞുപോയി, കൈപ്പത്തി മാത്രമേ ബാക്കിയുള്ളൂ. അത് 1980-കളിൽ പഞ്ചാബ് വിഘടനവാദം നടന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്താണ്. ഇത് ഈ നാട്ടിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ജനാർദ്ദൻ ചേട്ടൻ. അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇദ്ദേഹമായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പിള്ളേരൊക്കെയാണ്. ഇപ്പോഴേ പിള്ളേരൊക്കെയാണ്. ഇപ്പം മണ്ഡലം കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് തുടരുന്നുണ്ട്. ഏതാണ്ട് 60 കൊല്ലത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ട് ഇന്നും ഈ കണ്ണാടിക്കൂട് മാത്രം കയ്യിലുള്ള വ്യക്തിയാണ്. അതിപ്പോൾ നാട്ടിൻപുറത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അങ്ങനെയൊക്കെ, അല്ലാത്തവരൊക്കെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരാളെയും കുതികാല് വെട്ടാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴും. പക്ഷേ രാഷ്ട്രീയത്തിൽ നിന്നൊരു അതില്ല. എൻ്റെ മാതൃവിദ്യാലയമാണിത്, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കണിയഞ്ചാൽ. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊന്നും ആയിരുന്നില്ല. ഞാൻ UP സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നത് ഓലമേഞ്ഞ കെട്ടിടങ്ങളായിരുന്നു. പനമ്പ് തട്ടികൊണ്ട് അത് കരിയോയിൽ അടിച്ചിട്ട് ക്ലാസ്സുകൾ സെപ്പറേറ്റ് ചെയ്തിരുന്ന കെട്ടിടം. അന്ന് മുകളിൽ നിന്ന് ഓട്ടുറുമ എന്ന് വിളിക്കുന്ന പ്രാണി നമ്മുടെ പുസ്തകങ്ങളിലേക്കൊക്കെ വീഴുമായിരുന്നു. ഇന്ന് നോക്കൂ, സ്കൂൾ ബസ്സുകളൊക്കെ ഉള്ള ഒരുപാട് കെട്ടിടങ്ങൾ. പൊതുവിദ്യാലയം എത്ര വലിയ തോതിൽ മാറിയിട്ടുണ്ട്, പൊതുവിദ്യാലയങ്ങൾ എത്ര മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് കാണിച്ചു തരാൻ കൂടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ആരും ജയിക്കട്ടെ, എല്ലാവരെയും ആലക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വൈതൽമല ഇതിന് തൊട്ടടുത്താണ്.
പാലക്കായം തട്ട് ഇതിനടുത്താണ്. വളരെ നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ മൂന്നാറൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ആലക്കോടേക്ക് വരാവുന്നതാണ്. ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു മലയോര കുടിയേറ്റ പട്ടണമാണ്. കേരളത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആലക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുക കൂടിയാണ് ഞാൻ.